ക്രിസ്തീയ ജീവിതം വികാരങ്ങളാൽ ഉത്തേജിതമായ ഒരു ഓട്ടമല്ല, മറിച്ച് സഹിഷ്ണുതയാൽ രൂപപ്പെടുത്തിയ ഒരു മാരത്തോൺ ഓട്ടമാണ്. പരീക്ഷണം, സ്ഥിരോത്സാഹം, അചഞ്ചലമായ പ്രത്യാശ എന്നിവയാൽ അടയാളപ്പെടുത്തിയ വിശ്വാസത്തിൻ്റെ ദീർഘവും സ്ഥിരവുമായ ഒരു യാത്രയാണിത്. വഴിയിലുടനീളം ക്ഷീണത്തിൻ്റെയും സംശയത്തിൻ്റെയും നിമിഷങ്ങളുണ്ട്. അതേസമയം അന്തിമ സമ്മാനത്തിൽ കണ്ണുകൾ ഉറച്ചിരിക്കുന്നവർക്ക് പുതുക്കലിൻ്റെയും ശക്തിയുടെയും നിമിഷങ്ങളുമുണ്ട്. ഈ ഓട്ടത്തിന് അച്ചടക്കം, ധൈര്യം, ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശത്തിലുള്ള വിശ്വാസം എന്നിവ ആവശ്യമാണ്. ഓരോ ചുവടും എത്ര ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും നിത്യമഹത്വത്തിൻ്റെ വാഗ്ദാനം ചെയ്യപ്പെട്ട ഫിനിഷിംഗ് ലൈനിലേക്ക് നീങ്ങുന്നു എന്നറിഞ്ഞുകൊണ്ട് PSAG മെൻസ് പ്രൗഡ്ലി പ്രസൻസ് മാരത്തോൺ ടു എറ്റേണിറ്റി. ശ്രദ്ധിക്കുക, ഇതൊരു സാധാരണ ഓട്ടമല്ല. ഇത് നമ്മുടെ വിശ്വാസം കാത്തുകൊണ്ടുള്ള ഒരു മാരത്തോൺ ആണ്. ഓട്ടം തികയ്ക്കുന്നവർക്ക് ജീവൻ്റെ കിരീടം ലഭിക്കുന്നതാണ്. എല്ലാവരും വിശുദ്ധിയോടെ ഓടുക. ഓട്ടത്തിൽ പങ്കെടുത്തിട്ട് പാതിയിൽ ഉപേക്ഷിക്കുന്നവർക്ക് ഒരു പ്രോത്സാഹന സമ്മാനം പോലും ലഭിക്കത്തില്ല എന്ന് ഓർപ്പിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ ഈ മാരത്തോണിൽ പങ്കെടുക്കുന്നവർ: കോച്ച് സണ്ണി സാർ, നല്ല ഗൗരവമുള്ള ട്രെയിനർ, എന്നാൽ ഇടയ്ക്കൽപ്പം ഫലിതം പറയുന്നയാൾ. മെട്രിക് മോളി, എല്ലാ കാര്യങ്ങളും വളരെ കണക്കുകൂട്ടലോടെ ചെയ്യുന്ന പെൺകുട്ടി. കയ്യിൽ ഒരു സ്മാർട്ട് വാച്ചും കെട്ടിയിട്ടുണ്ട്. പഴഞ്ചാക്ക് പാപ്പച്ചൻ, പഴയ കാര്യങ്ങളൊന്നും മറക്കാത്തയാൾ. ഇൻഫ്ലുവൻസർ ഷിബു, എല്ലാം ലൈവ് വീഡിയോ ആക്കുന്ന യുവാവ്. സ്തോത്രം തോമാച്ചായൻ, എല്ലാ കാര്യങ്ങളും സ്തോത്രത്തോടും പ്രാർത്ഥനയോടും നേരിടുന്നയാൾ. എന്ത് വില കൊടുത്തും സ്വർഗത്തിൽ പോവാൻ തയ്യാറെടുക്കുന്നയാൾ. ഇതെന്താ മോളി യേശുവിലേക്ക് നോക്കാതെ വാച്ചിലേക്ക് നോക്കി ഓടുന്നത്? സണ്ണി സാറേ, നല്ല കിതപ്പുണ്ട്. എൻ്റെ കലോറി കത്തിപ്പോകുന്നതല്ലാതെ സ്പിരിച്വൽ പെർഫോമൻസ് വളരെ മോശം എന്നാണ് ദേ ഈ കുന്ത്രാണ്ടം പറയുന്നത്. ഇതുവരെ 2025 സ്റ്റെപ്പേ ആയിട്ടുള്ളൂ. മോളി, നീ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണല്ലോ. അതിൻ്റെ കൂടെ ക്രിസ്തീയ ജീവിതം കൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. എന്നാലേ ഈ മാരത്തോണിൽ നിനക്ക് ജയിക്കാൻ സാധിക്കൂ. ശ്രദ്ധ നിന്റെ വാച്ചിലല്ല, യേശുവിലായിരിക്കണം. ജോലിയൊക്കെ കഴിഞ്ഞ് ജിമ്മിലൊക്കെ പോയിട്ട് വീട്ടിലെത്തുമ്പോഴേക്കും ഫുഡ് ഉണ്ടാക്കാൻ പോലും ടൈം കിട്ടില്ല സാറേ. മോളി ഇതാ കിടക്കുന്നേ. കർത്താവേ നീ കാത്തോണേ എന്നും പറഞ്ഞ് ഒരൊറ്റ ഉറക്കമാ. 8-10 മണിക്കൂറെങ്കിലും ഉറങ്ങിയില്ലേൽ കണ്ണിന് താഴെ ഡാർക്ക് സർക്കിൾസ് വരും. നിനക്ക് ആരോഗ്യവും സൗന്ദര്യവും തന്ന ദൈവത്തിന് നന്ദി പറയാതെ ഇങ്ങനെ ഓടിയാൽ ലക്ഷ്യത്തിലെത്താൻ നിനക്ക് സാധിക്കില്ല മോളി. മോളി, ക്രിസ്തീയ ജീവിതം ഒരു പ്രഹസനമാക്കാതെ ഇന്നു മുതൽ നിന്റെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കണം. ശരി സണ്ണി സാറേ, തീർച്ചയായും ഞാൻ പുതിയൊരു ഷെഡ്യൂൾ ഉണ്ടാക്കുന്നതാണ്. അയ്യോ, 3200 സ്റ്റെപ്പ് മാത്രം. ഇതുപോലെ പോയാൽ ഇന്നത്തെ ടാർഗറ്റ് മിസ്സാവും. എന്താ മോളി, വീണ്ടും വാച്ച് നോക്കിയാണോ നിൽക്കുന്നത്? സാറേ, ഹോണസ്റ്റ്ലി പറയട്ടെ, ഞാൻ ഹെൽത്തിന് വേണ്ടി ഇത്ര ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ സ്പിരിച്വൽ ലൈഫ് ഒന്ന് ലൂസായി പോയ പോലെ തോന്നുന്നു. മോളി, പലർക്കും ഇതേ പ്രോബ്ലമാണ്. ബോഡി ഫിറ്റാക്കാൻ നമുക്ക് ഡിസിപ്ലിൻ ഉണ്ട്, നാം എന്തും ചെയ്യും. പക്ഷെ സോൾ ഫിറ്റാക്കാൻ അത്ര സീരിയസ്നെസ് ഉണ്ടാകാറില്ല, നാം ഒന്നും ചെയ്യാറുമില്ല. അതാണ് സാർ, ജിം സ്കിപ്പ് ചെയ്താൽ ഗിൽറ്റി വരും, പക്ഷെ പ്രെയർ സ്കിപ്പ് ചെയ്താൽ ഒന്നും ഫീൽ ചെയ്യില്ല. അതാണ് ഡേഞ്ചർ മോളി. നമുക്ക് ഫീൽ ഇല്ലെങ്കിൽ പ്രോബ്ലം ഇല്ല എന്നല്ല അതിനർത്ഥം, കണക്ഷൻ കുറയുന്നുണ്ട് എന്നതാണ് അർത്ഥം. സാറേ, ഈ വാച്ച് എനിക്ക് കാലോറീസ്, സ്റ്റെപ്സ് എല്ലാം പറഞ്ഞു തരും. പക്ഷേ ഞാൻ എത്ര സമയം ദൈവത്തോടൊപ്പം ചെലവഴിച്ചുവെന്ന് പറയുന്നില്ലല്ലോ. അത് പറയാൻ വേറെ ഡിവൈസ് വേണം മോളി. അതേത് ഡിവൈസ് സാറേ? മനസ്സ്. ദൈവത്തോട് കണക്ട് ചെയ്താൽ അത് തന്നെ റിമൈൻഡ് ചെയ്യും. സാറേ, ഞാൻ ട്രൈ ചെയ്യും.
രാവിലെ എഴുന്നേറ്റ ഉടനെ മൊബൈൽ നോക്കുന്നതിന് പകരം കുറച്ച് സമയം പ്രേയറിന് മാറ്റിവെക്കും. അത് വളരെ നല്ല തീരുമാനമാണ്. ചെറിയ ചേഞ്ചസ് ആണ് വലിയ ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. സാർ, ഇനി ഞാൻ സ്റ്റെപ്സ് കൗണ്ട് ചെയ്യില്ല, ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യും. അങ്ങനെ കൗണ്ട് ചെയ്താൽ നിനക്ക് ഫിനിഷ് ലൈൻ വളരെ സന്തോഷത്തോടെ എത്താം. കർത്താവേ, എൻ്റെ ഫോക്കസ് മാറാതിരിക്കാൻ സഹായിക്കണേ. ജീവിതത്തിൻ്റെ ഈ ഓട്ടത്തിൽ നമ്മൾ എത്ര ദൂരം ഓടുന്നു എന്നതല്ല പ്രാധാന്യം, ആരെ പിന്തുടരുന്നു എന്നതാണ് പ്രാധാന്യം. നമ്മുടെ ലക്ഷ്യം യേശു മാത്രം ആയിരിക്കണം. ഇതെന്താ പാപ്പച്ച ഈ ചാക്കുകെട്ടുമായി ഓടുന്നത്? ഓ, ഇതിലെനിക്ക് മറക്കാൻ പറ്റാത്ത കുറച്ച് പഴയ കാര്യങ്ങളാ. പഴയ കാര്യങ്ങളോ? അതെന്തോ പാപ്പച്ച? 2008 മോളിയുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ഞാൻ ചായ കുടിക്കാതെ പോയി എന്ന് പറഞ്ഞുണ്ടാക്കി വെച്ചതാ. അത് ഇതുവരെ വിട്ടില്ലേ? ഇല്ല, കവർ പാലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് കുടിച്ചതാ. പിന്നെ 2012 ചർച്ചിൻ്റെ പിക്നിക്കിന് പോയപ്പോൾ എനിക്ക് ചിക്കൻ പീസും കിട്ടിയിട്ടില്ല. ഈ ചാക്കിൽ നിറയെ പഴയ കാര്യങ്ങളാണല്ലോ പാപ്പച്ച. നീ ഇതും ചുമന്നുകൊണ്ട് ഓടിയാൽ ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. തിരുവചനം പറയുന്നു, നിങ്ങളുടെ സകല ഭാരങ്ങളും എൻ്റെ മേലിട്ടുകൊള്ളുവീൻ, ഞാൻ നിങ്ങളെ പുലർത്തുമെന്ന്. അതുകൊണ്ട് ആദ്യം നീ ആ ചാക്ക് താഴെ വയ്ക്ക. ഹോ, ഇപ്പോൾ എന്തൊരാശ്വാസം സാറേ. ഇത് താഴെ വെച്ചപ്പോഴാണ് മനസ്സിലായത് ഞാൻ ചുമന്നത് ചാക്കല്ല, ഹിസ്റ്ററിയാണെന്ന്. അതെ പാപ്പച്ച, നിന്റെ മെമ്മറി സ്ട്രോങ് ആണെങ്കിലും ഡിലീറ്റ് ഓപ്ഷൻ ഉപയോഗിക്കാറില്ലല്ലോ. സാറേ, ഇതിൽ ഇനിയുണ്ട്. 2015 കൊയറിൽ പാടാൻ ചാൻസ് തന്നിട്ടില്ല. 2018 സഭായോഗത്തിന് പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേ ഞാനൊന്ന് കണ്ണടച്ചെന്ന് ധ്യാനിച്ചപ്പോൾ ഞാൻ ഉറങ്ങുവാണെന്നും പറഞ്ഞ് എന്നെ മുന്നിൽ വന്നിരിക്കാൻ പറഞ്ഞു. പാപ്പച്ച, ഇതൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതുകൊണ്ട് നിനക്ക് തന്നെയാണ് ലോഡ് കൂടുന്നത്. ശരിയാ സാറേ, ഇതൊക്കെ ഞാൻ ചുമന്നത് കൊണ്ടാണ് എൻ്റെ ഓട്ടം സ്ലോ ആയിപ്പോയത്. എന്നാ പിന്നെ നോക്കട്ടെ. ഓ, ഇത് ക്ഷമിക്കാത്തത് പോ, ഇത് ഈഗോ പോ, ഇത് ദേഷ്യം തീരുന്നില്ലല്ലോ. അതാണ് പാപ്പച്ച, ചാക്ക് താഴെ വെച്ചാൽ മാത്രം പോരാ, അകത്തുള്ളത് പുറത്ത് കളഞ്ഞാലേ സ്വാതന്ത്ര്യം കിട്ടും. സാറേ, ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ഇത്രയും നാള് തെറ്റായ ബാഗാണ് ചുമന്നുകൊണ്ട് നടന്നത്. ഇനി ഞാൻ സമാധാനത്തോടെ ഓടും. അത് തന്നെയാണ് നല്ലത്. ദൈവത്തോടൊപ്പം ഓടുമ്പോൾ ഹെവി ലഗേജ് ആവശ്യമില്ല. അല്ല സാറേ, ഇത് ഇനി വീണ്ടും ഓർമ്മ വന്നാലും പ്രശ്നമില്ല. പോ സാത്താനെ എന്ന് പറഞ്ഞ് വിട്ടുകളഞ്ഞേക്കണം. അത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ആക്കണം. കർത്താവേ, പഴയത് കേട്ട് പുതിയത് പിടിച്ച് ഞാൻ ഓടുക. എന്നെ ഒന്ന് സഹായിച്ചേക്കണേ, ഒന്ന് മിന്നിച്ചേക്കണേ. ദൈവം നമ്മെ മുൻപോട്ട് നയിക്കാൻ തയ്യാറാണ്. പക്ഷെ നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന ഭാരങ്ങൾ ആദ്യം വിടണം. ഗായ്സ്, ഇപ്പോൾ ഞാനൊരു മാരത്തോണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾ ലൈവായി കാണുന്നത്. കഴിഞ്ഞ തവണ ഞാനൊരു പാവം കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കുന്നതും അവർക്ക് അരി വാങ്ങിക്കാൻ പൈസ കൊടുക്കുന്നതും ആ വീഡിയോ വളരെ വൈറലായിരുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. മോനെ ഷിബു, നീ ഓട്ടക്കളത്തിൽ ഓടാനാണോ വന്നത് അതോ ലൈക്കും സപ്പോർട്ടും വാങ്ങാനാണോ വന്നത്? അത് പിന്നെ സാറേ, ഇതൊക്കെയല്ലേ ഒരു വൈബ്. എൻ്റെ ഷിബു മോനെ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാവാതെ ഈ തലമുറയെ അതിൽ നിന്ന് രക്ഷിക്കുവാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുവാനൊക്കെ നിന്റെ സബ്സ്ക്രൈബേഴ്സിനെ ആഹ്വാനം ചെയ്തുകൂടെ? അവരെയും ഈ മാരത്തോണിലേക്ക് ക്ഷണിക്കാമല്ലോ. ശരിയാ സണ്ണി സാറേ, ഞാൻ ഈ ഷെയറിൻ്റെയും ലൈക്കിൻ്റെയും പുറകെ പോയ സമയം കൊണ്ട് രക്ഷയുടെ മാർഗത്തിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുപോകുമായിരുന്നു. വെരി ഗുഡ്. ഇതൊരു മികച്ച തീരുമാനമാണ്. ധൈര്യമായി മുന്നോട്ട് ഓടിക്കും. ഗൈസ്, നിങ്ങൾ കേട്ടല്ലോ, ഇന്ന് മുതൽ കോണ്ടന്റിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാകും. ഇനി മുതൽ ലൈഫ് ചേഞ്ച് ആവുന്ന കോണ്ടന്റാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഇത്രനാൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.
ഇനിയും പറയുന്നത് നിത്യജീവനിലേക്കുള്ള വരി ഫോളോ ചെയ്യുക. ഷിബു, ഇപ്പോഴാണ് നിന്റെ ലൈവ് മീനിങ് ഫുൾ ആയത്. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലും വിരുദു പ്രാപിക്കുന്നോനേകൻ മാത്രമല്ലയോ, പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാം, മുമ്പിലുള്ള ലാക്കിലേക്കു നേരെ ഓടിടാം. തോമാച്ചായോ, നല്ല പ്രത്യാശയോടെയാണല്ലോ ഓടുന്നത്. ഈ 80-ാം വയസ്സിലും എന്തുവാ ഇതിന്റെ രഹസ്യം? അത് രഹസ്യമൊന്നുമല്ല എൻ്റെ സണ്ണിക്കോച്ചെ, എൻ്റെ കർത്താവിൻ്റെ സ്നേഹം മാത്രമാണ്. അവൻ എനിക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാടുകൾ ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ യേശുവിനെ നേരിൽ കാണാൻ കൊതിയാവുക. എൻ്റെ ഈ പ്രായം വരെയും അവൻ എനിക്ക് വേണ്ടി ചെയ്ത നന്മകൾ മാത്രം ഓർക്കുമ്പോൾ തുള്ളിച്ചാടാനാണ് തോന്നുന്നത്. പ്രായത്തിൻ്റെ ക്ഷീണം ശരീരത്തിനുണ്ടെങ്കിലും എൻ്റെ മനസ്സ് ഇതുവരെ തളർന്നിട്ടില്ല. അച്ചായന് മുൻപേ ഓടിയ പലരും ഇപ്പോൾ പിന്നിലായിപ്പോയി. പലരും ഓട്ടം മതിയാക്കി തെറ്റിപ്പോയി. അച്ചായനെ ദൈവം ഇത്രത്തോളം താങ്ങിയല്ലോ. ഞാൻ നല്ല പോർ പൊരുതും, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അതിനെ നീതിമാനായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരികയും ചെയ്യും. ഇത്രയും പ്രത്യാശയുള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും അച്ചായൻ ഓട്ടം തുടർന്നോളൂ. എനിക്ക് വേഗത്തിൽ ഓടാൻ പറ്റുന്നില്ല, പക്ഷേ ഓട്ടം നിർത്താനും മനസ്സില്ല. അവൻ എനിക്കായി കാത്തിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് നിർത്തുക കോച്ചേ? ഓട്ടത്തിൻ്റെ വേഗം കുറവായാലും നിർത്താതെ ഓടുക. വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ഓടുക. ഒടുവിൽ ജീവന്റെ കിരീടം ലഭിക്കുക തന്നെ ചെയ്യും. മോളിയെ, ഞാൻ പഴയ ചാക്കുകഥയൊക്കെ അങ്ങ് വിട്ടു കേട്ടോ. എന്തിനാ ഈ ഭാരം എല്ലാം കൂടെ ചുമന്ന് കിടക്കുന്നത്? ഇപ്പൊ എൻ്റെ മൈൻഡൊക്കെ ഫ്രീ ആയി കേട്ടോ. എനിക്ക് നന്നായി ഓടാൻ കഴിയുന്നുണ്ട് കേട്ടോ. അതേതായാലും നന്നായി പാപ്പച്ച. ഞാനും കുറെ കണക്കുകൂട്ടലുകളും ലൈഫ് സ്റ്റൈലും ഒക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. നമ്മുടെ കോച്ച് സണ്ണി സാറിൻ്റെ ഗൈഡൻസ് പ്രകാരം ഞാൻ എൻ്റെ സകല ചിന്തകളും കർത്താവിൽ ഫലമേൽപ്പിച്ചു. ഇപ്പോൾ ഞാൻ നല്ല ഉത്സാഹത്തോടെ ഓടുകയാണ്. ഷിബുമോനെ, നിന്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടിയോ? നല്ല വരുമാനം കാണുമല്ലോ ഇപ്പോൾ. ഇല്ല സിസ്റ്ററെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞതേ ഉള്ളൂ. കാരണം ഞാനിപ്പോൾ കുറച്ച് സ്പിരിച്വൽ സൈഡാണ് ചെയ്യുന്നത്. ആളുകളെ ക്രിസ്തുവിലേക്കും അവൻ്റെ സ്നേഹത്തിലേക്കും ഇൻവൈറ്റ് ചെയ്യുന്ന വീഡിയോകളാണ് ഞാൻ കൂടുതലും ഇപ്പം ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞെ നിൻ്റെ ചാനലിൽ ആൾ കുറഞ്ഞത്. ഇടുക്കുവാതിലൂടെ അകത്ത് കിടക്കുന്നവർ വളരെ ചുരുക്കമേ കാണൂ. നീ അതിൽ വിഷമിക്കേണ്ട മോനെ. വാ, നമുക്ക് ഒരുമിച്ചോടി ഈ ഓട്ടം തികയ്ക്കാം. ഇല്ല, ക്രിസ്തീയ മാരത്തോൺ ഓട്ടത്തിൽ വിജയം നേടുന്നത് വേഗത കൊണ്ടല്ല, വിശ്വസ്തത കൊണ്ടാണ്. അനുസരണത്തിലെടുക്കുന്ന ഓരോ ചുവടും സഹിക്കുന്ന ഓരോ പരീക്ഷണവും വിശ്വാസത്തിൻ്റെ ഓരോ നിമിഷവും വിശ്വാസിയെ ദൈവമൊരുക്കിയ ഫിനിഷ് ലൈനിലേക്ക് അടുപ്പിക്കുന്നു. ഓട്ടം ദീർഘവും പലപ്പോഴും ബുദ്ധിമുട്ടുള്ളതുമാണെങ്കിലും തളരാൻ വിസമ്മതിക്കാത്തവർക്ക് വിജയത്തിൻ്റെ വാഗ്ദാനം ഉറപ്പാണ്. തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നത് പോലെ ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു സൂക്ഷിച്ചു. വീണ്ടും നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഓട്ടം നമുക്ക് സ്ഥിരതയോടെ ഓടാം. യേശുവിൽ നമ്മുടെ കണ്ണുകൾ പതിപ്പിക്കാം. ഒടുവിൽ സഹിച്ചു നിൽക്കുന്ന എല്ലാവരെയും നീതിയുടെ കിരീടം കാത്തിരിക്കുന്നു. അതിനാൽ ലക്ഷ്യത്തോടെ ഓടുക, വിശ്വാസത്തോടെ ഓട്ടം പൂർത്തിയാക്കുക. ഒരിക്കലും തിരിഞ്ഞു നോക്കാതെ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഒരോട്ടമായി നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് പോകുന്നു എങ്കിൽ നിത്യതയിൽ യുഗകാലം നമുക്ക് നമ്മുടെ കർത്താവിനോട് വാഴുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകും. മാറാ നാഥ.